അല്ല, ഇതിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് ഈ വിഡ്ഢിവേഷം യഥാർത്ഥത്തിൽ ഗവർണർ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിലവിട്ട നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നതെന്നും ഭരണഘടനാപരമായിട്ട് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ ഭരണഘടനാ ബാഹ്യമായ രീതിയിലുള്ള ഇടപെടലുകളും സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള നിരവധിയായ പ്രവർത്തനങ്ങളുമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മിഠായി തെരുവിൽ മിഠായിയും അതുപോലെ തന്നെ നമുക്കെല്ലാം അറിയുന്നത് പോലെ കോഴിക്കോടിന് അലുവയും ഒക്കെ വാങ്ങാൻ പോയ ചിത്രം നമ്മളെല്ലാം മനസ്സിലുണ്ട്. അതൊരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല, ഒരാളും വേണ്ടി വന്നില്ല. ഇവിടെ ഒരു കടയുടെ മുമ്പിൽ കയറി ഇരുന്ന് അവസാനം പത്രക്കാർ പോലെ 1000 രൂപ അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞ് എന്തും ചെയ്യാന്നുള്ളതാണ്. ഒരു കാര്യം ഇപ്രാവശ്യം വ്യക്തമായിട്ടുണ്ട്. മാധ്യമങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു കാര്യം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് എൻ്റെ വണ്ടിക്ക് അടിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞത് ശുദ്ധ കളവായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നതിൽ വലിയ ഒരു ഭാഗം കളവാണ് എന്ന് രാജ്യത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ്. SFIക്കാരും കരിങ്കൊടിയൊക്കെ വേറെ എവിടെയോ ആണ് ഉണ്ടായിരുന്നത്. അതിന് എത്രയോ ദൂരെയാണ് വാഹനം നിർത്തിയിട്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് പോയത്. ആക്രോശിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയത് എത്രയോ ദൂരെയാണ്. അപ്പോൾ അവരാരും വാഹനത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടേയില്ല. അപ്പോൾ എന്നിട്ട് പറയുകയാണ് എന്നെ ആക്രമിക്കാൻ വന്നിരിക്കുന്നു, അതുപോലെ തന്നെ എൻ്റെ കാറിന് അടിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള കളവാണ് പറയുന്നത്. അതിനല്ലേ കളവെന്ന് പറയാം, അല്ലേ? സംഭവം ഇല്ലാതൊന്നല്ലേ കളവെന്ന് പറയുന്നത്. ആ കളവാണ് ഗവർണർ പറയുന്നത്. അതിപ്പോൾ പകൽ വെളിച്ചം പോലെ മാധ്യമങ്ങളും എല്ലാം കൂടി ചേർന്ന് ആ കാര്യം അങ്ങോട്ട് ശരിയായി കാണിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് തെറ്റായിരുന്നുവെന്നും കളവായിരുന്നുവെന്നും ആളുകൾക്ക് ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ ഉദ്ദേശം എന്താ പറഞ്ഞാൽ ഇവിടെ എന്നെ ആക്രമിക്കുന്നു എന്ന ഒരു നില വരുത്തി കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ മേലെ നിലപാട് നടപടി ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഗവർണർ ഇതുപോലുള്ള വിഡ്ഢിവേഷം, ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്, വിഡ്ഢിവേഷം കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും കേരളീയ സമൂഹത്തിൽ ഏശാൻ പോകുന്നില്ല. ന്യായമായിട്ടും സത്യസന്ധമായിട്ടും ശരിയായ രീതിയിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുമ്പോട്ടേക്ക് പോകുന്ന ഒരു ജനതയുള്ള നാടാണ് കേരളം. ആ കേരളത്തിൽ ഇതുപോലുള്ള തെറ്റായ പ്രവണതയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോഴെല്ലാവർക്കും വ്യക്തതയോടുകൂടി മനസ്സിലാക്കണം. CPM അത് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. തിരിച്ചു വിളിച്ചു എന്ന് പറയുന്നത് കൊണ്ടും വേറെ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. അദ്ദേഹം പോയി ഒരു X പോയി വൈ വരും. അത് ഇതിനേക്കാളും ചിലപ്പോൾ മൂത്ത RSS തന്നെ ആവാനാണ് സാധ്യത. അതുകൊണ്ട് തിരിച്ചു വിളിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഇദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ മേലെ ആളുകൾ ആ രീതിയിൽ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഞങ്ങളൊരു മുദ്രാവാക്യമായിട്ട് അതിപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞിട്ടില്ല. ഇനി വേണമെങ്കിൽ അത് സംബന്ധിച്ച് ആലോചിക്കാവുന്നതാണ്.